ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSC സ്വാഗതം. നമുക്കിപ്പോൾ എല്ലാവരും നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് പഠിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മെയ്യോടുകൂടി നമ്മുടെ എക്സാം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്കണോമിക്സിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇതുവരെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ നമുക്ക് ഓരോ സീരീസ് ആയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാവരും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 038/2024. അപ്പോൾ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ 5 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് 2024 038/2024. ആദ്യം എക്കണോമിക്സിന്റെ ഭാഗത്തുണ്ടായ ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മുടെ സിലബസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾക്ക് കൃത്യമായിട്ട് സിലബസിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് PSC എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫങ്ഷൻസ് ഓഫ് എക്കോണമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് എന്നൊരു ടോപ്പിക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ RBIയുടെ ആമുഖത്തിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്തുക അല്ലെ, വില സ്ഥിരത നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ ഒരു മോണിറ്ററി പോളിസി ചെയ്യേണ്ടത് ആരാണ്? RBI ആണ് എന്ന് ചെയ്യുന്നു, പ്രിയാമ്പിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ മോണിറ്ററി പോളിസി എന്ന ഭാഗത്ത് നിന്ന് എല്ലാ വർഷവും നമുക്ക് ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ശരിയാണ്. അപ്പൊ എന്താണ് ഈ മോണിറ്ററി പോളിസി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മോണിറ്ററി പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. മറ്റൊരു വാക്വേഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, ശരിയാണ്. രാജ്യത്തെ ഇൻഫ്ലേഷനെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? RBIയുടെ ജോലിയാണ്. അപ്പൊ ആ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എക്കോണമിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ജനറൽ ലെവൽ പ്രൈസ് റൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുക. അങ്ങനെ ഈ ഒരു ഇൻഫ്ലേഷനെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് 4 ± 2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിലവിലെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 ആണ്. ഈ ബേസ് ഇയറിലെ വിലയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പ്രൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാകും. ഉറപ്പായിട്ടും ഏതൊരു രാജ്യത്തും GDP കൂടുന്നതനുസരിച്ച് മാർക്കറ്റിലെ മണി സപ്ലൈ കൂടാം, മണി സപ്ലൈ കൂടുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടും, അത് സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ ആ ഇൻഫ്ലേഷനെ ആ ഒരു പ്രൈസ് റൈസ് എന്ന് പറയുന്നത് 4% ആയിട്ട് നിലനിർത്തണം എന്നത് മോണിറ്ററി പോളിസിയുടെ ടാർഗറ്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ RBIയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു 4% ടാർഗറ്റ് എന്ന ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിലൊരു ±2 അക്സെപ്റ്റബിൾ റേഞ്ച് ആണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയാറുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ മോണിറ്ററി പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്തുക, അത് എത്രയായിട്ട് നിർത്തണം? ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു 4% ആയിട്ട് നിലനിർത്തണം. അങ്ങനെയെങ്കിൽ രാജ്യത്തെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ RBIയുടെ കയ്യിൽ RBI ചെയ്യുന്നത് മോണിറ്ററി പോളിസിയാണ്. ഈ മോണിറ്ററി പോളിസിയുടെ ടൂളുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മോണിറ്ററി പോളിസിക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ടൂളുകളാണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടൂളും രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ടൂളും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി നമ്മൾ പറയും. അതുപോലെ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള റിപ്പോയും റിവേഴ്സ് റിപ്പോ റേറ്റും. പിന്നീട് നോക്കുകയാണെങ്കിൽ റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് CRR, അതുപോലെ SLR, ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, പിന്നീട് അതുപോലെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ബാങ്ക് നിരക്ക് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് തുടങ്ങിയ റേറ്റുകൾ. ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടൂളുകളാണ് മോണിറ്ററി പോളിസിയുടെ. ഇനി അതുപോലെ ക്വാളിറ്റേറ്റീവ് ടൂളുകളുമുണ്ട്. ക്രെഡിറ്റ് റാഷനിങ് അല്ലെങ്കിൽ റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, മോറൽ സിവേഷൻ, ഡയറക്റ്റ് ആക്ഷൻ, മാർജിൻ റിക്വയർമെന്റ്, ഇതൊക്കെ RBIയുടെ മോണിറ്ററി പോളിസിയുടെ ക്വാളിറ്റേറ്റീവ് ടൂളുകളാണ്. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ ടൂളുകൾ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതുപോലെ തന്നെ SLRുമാണ് എന്തിന്റെ ഭാഗം, മോണിറ്ററി പോളിസിയുടെ ടൂളുകളായിട്ട് പറയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്
ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ്. അതുപോലെ ടാക്സേഷൻ എന്ന് പറയുന്നതും ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ്. ഈ ഒരു ഫിസിക്കൽ പോളിസി ചെയ്യുന്നത് ആരും ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം രാജ്യത്തെ ഫിസിക്കൽ പോളിസി ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അങ്ങനെ മാർക്കറ്റിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന മണി സപ്ലൈ നിയന്ത്രിക്കുക, രാജ്യത്ത് മണി സപ്ലൈ കൂട്ടിക്കൊണ്ട് GDP ഗ്രോത്ത് കൂട്ടുക, ഇതൊക്കെ ആരുടെ ജോലിയാണ്? ഗവൺമെന്റ് ജോലിയാണ്. ഗവൺമെന്റ് ചെയ്യുന്ന ഈ പോളിസിയാണ് ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം എന്ന് വിളിക്കുക. ഈ ധനനയത്തിന്റെ ഭാഗമാണ് ഏതൊക്കെ? നമ്മുടെ ടാക്സേഷനും അതുപോലെ ഡെഫിസിറ്റ് ഫിനാൻസിങ്ങും ഒക്കെ. ഇപ്പൊ മോണിറ്ററി പോളിസിയുടെ ടൂളുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആരെയൊക്കെയാണ്? MSFനെയും അതുപോലെ ആ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയുമാണ്. ഓപ്ഷൻ ബി 1 and 3 ആണ് ശരി ഉത്തരം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ആ ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: വാട്ട് ഡസ് ഗവൺമെന്റ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി എന്നാണ് ചോദ്യം. അപ്പൊ ഫിസിക്കൽ പോളിസിയുടെ ഒരു ചോദ്യമായിരുന്നു രണ്ടാമത് വന്നത്. അപ്പൊ അവിടെയും നമ്മൾ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ ഇവിടെ കൃത്യമായിട്ട് സിലബസിൽ നിന്ന് ഫിസിക്കൽ പോളിസി എന്ന ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ശരിയാണ്. അപ്പൊ എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി പറഞ്ഞത് വെച്ചിട്ട്. ശരിയാണ്. ഫിസിക്കൽ പോളിസി ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഫിസിക്കൽ പോളിസി ചെയ്യുന്നത് ആ രാജ്യത്തെ ഗവൺമെന്റ് ആണ്. ശരിയാണ്. രാജ്യത്തെ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുക? ആ ഫിസിക്കൽ പോളിസി ചെയ്യുക. എന്തിനാണ് ഫിസിക്കൽ പോളിസി? ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. നമ്മുടെ ഈ പറയുന്ന മോണിറ്ററി പോളിസി ആണെങ്കിലും ഫിസിക്കൽ പോളിസി ആണെങ്കിലും രാജ്യത്തെ മണി സപ്ലൈയെ നിയന്ത്രിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ ഓരോന്ന് ചെയ്യുക. മണി സപ്ലൈ. അപ്പൊ ഈ മണി സപ്ലൈ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാർക്കറ്റിലെ ആൾക്കാരുടെ കയ്യിലുള്ള പൈസ എത്രത്തോളം ഉണ്ട്, അതാണ് മണി സപ്ലൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണി സപ്ലൈ അല്ലെങ്കിൽ ലിക്വിഡിറ്റി. ശരി. അങ്ങനെയെങ്കിൽ ഓർക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ്: മാർക്കറ്റിലെ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിലെല്ലാം പൈസ ഉണ്ടെന്നാണ് അർത്ഥം. മാർക്കറ്റിലെ ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട്. മണി സപ്ലൈ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ആളുകൾക്ക് പർച്ചേസിംഗ് പവർ കൂടുതലായിരിക്കും. ശരിയാണ്. ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണി സപ്ലൈ കൂടി, പർച്ചേസിംഗ് പവർ കൂടി. അങ്ങനെയെങ്കിൽ ആളുകൾ സാധനം മേടിക്കും. ശരിയാണ്. ആളുകൾ സാധനം മേടിക്കുന്നതനുസരിച്ചിട്ട് കമ്പനീസ് എന്ത് ചെയ്തോളും? ആ പ്രൊഡക്ഷൻ കൂട്ടും. ശരിയല്ലേ? മാർക്കറ്റിലെ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ കൂടും. സ്വാഭാവികമായിട്ടും അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടും. കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്വാഭാവികമായിട്ടും ആ GDP കൂടും എന്ന് നമുക്ക് പറയാം. നാഷണൽ ഇൻകം കൂടും എന്ന് പറയാം. ശരിയാണ്. അപ്പൊ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടും. സ്വാഭാവികമായിട്ട് രാജ്യത്തിന്റെ GDP കൂടും. അങ്ങനെയെങ്കിൽ ഇതുപോലെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ വെച്ച് പറയാം അല്ലെ? രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് C+I+G+X-M. സി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, I ഇൻവെസ്റ്റ്മെന്റ് ആണ്, G ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്, X-M എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ മാർക്കറ്റിലെ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ അതിനർത്ഥം കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുന്നതാണ്. ശരിയാണ്. ആളുകൾ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് പൈസ ചെലവാക്കും. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് എന്ത് കൂടിക്കോളും? രാജ്യത്തിന്റെ GDP കൂടും, നാഷണൽ ഇൻകം കൂടും. സെറ്റ്. ക്ലിയർ. അപ്പോൾ ഒരു ഡൗട്ട് നമുക്ക് തോന്നാം, മണി സപ്ലൈ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടില്ലേ? തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കൂടും. ശരിയാണ്. മാർക്കറ്റിലെ പൈസ കൂടുന്നതനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും എന്ത് കൂടും? മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടും. കാര്യം അവിടെ ഡിമാൻഡ് ഉണ്ട്, സാധനം മേടിക്കാൻ ആൾക്കാരുണ്ട്, അതിനനുസരിച്ച് കച്ചവടക്കാർ വില കൂട്ടും. മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഇൻഫ്ലേഷനും കൂടും. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഓർക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ: ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നല്ലതാണ്, ഗുഡ് ഫോർ എക്കോണമിയാണ് എന്നാണ് ഇവിടുന്ന് ഓർത്തിരിക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടുമ്പോൾ രാജ്യത്തിന് GDP കൂടും. GDP കൂടുന്നത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാം. വീണ്ടും ആളുകളുടെ കയ്യിൽ പൈസയൊക്കെ കൂടാം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ഒരു പരിധി വരെ എന്ത് നല്ലതാണ്? ഇൻഫ്ലേഷൻ നല്ലതാണ്. ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെ നമ്മൾ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മൾ 4% എന്ന് പറയുന്നത്. 0 എന്നല്ല നമ്മൾ പറഞ്ഞത്, 4% എന്നാണ് പറയുന്നത്. ശരിയാണ്. ഇപ്പൊ ബേസ് ഇയറിനെ അപേക്ഷിച്ച് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യണം? 4% കൂടുക തന്നെ വേണം.
ഓക്കെ, അപ്പം GDP കൂട്ടണമെങ്കിൽ മണി സപ്ലൈ കൂട്ടണോ കുറയ്ക്കണോ? ഇപ്പൊ നമുക്ക് ഐഡിയ കിട്ടി. GDP റേറ്റ് കൂട്ടണമെങ്കിൽ മണി സപ്ലൈ കൂട്ടണം. അങ്ങനെയെങ്കിൽ മണി സപ്ലൈ കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം എന്നാണ് അടുത്ത ചോദ്യം. ഗവൺമെന്റിന്റെ കയ്യിൽ ഫിസിക്കൽ പോളിസിക്ക് പ്രധാനമായിട്ടും 2 ടൂളുകളാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത്. ഏതൊക്കെയും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ പറയും, ഒന്ന് ടാക്സ് റേറ്റ്, രണ്ടാമത് നമ്മൾ പറയും ഗവൺമെന്റ് എത്ര പൈസ ചെലവാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും പബ്ലിക് സ്പെൻഡിങ്. ശരി, അങ്ങനെയെങ്കിൽ മാർക്കറ്റിലെ മണി സപ്ലൈയെ കൂട്ടണം. മാർക്കറ്റിലെ മണി സപ്ലൈയെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഗവൺമെന്റ് ടാക്സ് കൂട്ടണോ കുറയ്ക്കണോ? അടിപൊളി. സ്വാഭാവികമായിട്ടും ടാക്സ് റേറ്റ് കുറയ്ക്കണം അല്ലെ? ടാക്സ് റേറ്റുകൾ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിന് കുറച്ച് ടാക്സ് കൊടുത്താൽ മതി, അത്രയും പൈസയും കൂടെ കൂടുതൽ നമ്മുടെ കയ്യിൽ ചെലവാക്കാൻ കിട്ടും. ശരിയാണേ. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ കൂടി മണി സപ്ലൈ കൂടും. അടുത്ത ചോദ്യം പബ്ലിക് സ്പെൻഡിങ്. തീർച്ചയായിട്ടും പബ്ലിക് സ്പെൻഡിങ് കൂട്ടണം. ശരിയാണ്. അങ്ങനെ പബ്ലിക് സ്പെൻഡിങ് കൂട്ടുകയാണെങ്കിൽ ഗവൺമെന്റ് ഈ പൈസ കൂടുതൽ ചെലവാക്കും എന്നാണ് അർത്ഥം. ഗവൺമെന്റ് പൈസ എവിടെയാ ചെലവാക്കുക? സ്കീമുകളിലൂടെ നമുക്ക് പൈസ തരാം, കമ്പനികൾക്ക് പൈസ കൊടുക്കാം, ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാം. ഈ കേസുകളിലെല്ലാം ഗവൺമെന്റ് ചെലവാക്കുന്ന കൂട്ടല്ലേ? അങ്ങനെ ഗവൺമെന്റ് ചെലവാക്കുന്ന കൂട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് കൂടുതൽ ക്യാഷ് വരുമല്ലോ. ശരിയാണ്. സ്കീമുകളിലൂടെ നമുക്ക് പൈസ കിട്ടി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടി, അവർക്ക് സാലറി കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതും മണി സപ്ലൈ കൂടുന്നതിന് കാരണമാവും. ഇനി മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂടാം. ശരിയാണ്. ഇപ്പൊ രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ C+I+G+X-M. ശരിയാണ്. അവിടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂട്ടാം, അതുപോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടാം ആണ്. അപ്പൊ ഗവൺമെന്റ് ചെലവ് തീർച്ചയായിട്ടും കൂട്ടുക, ടാക്സ് റേറ്റുകൾ കുറയ്ക്കുക. അങ്ങനെ മണി സപ്ലൈ എന്ത് ചെയ്യാം? കൂട്ടുന്ന വഴി രാജ്യത്തിന്റെ GDP കൂടാം. അങ്ങനെ രാജ്യത്തിന്റെ GDP കൂടുന്നത് കൊണ്ട് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോളിസി വിളിക്കുന്ന പേര് എന്തെന്നാ? എക്സ്പാൻഷണറി പോളിസി എന്ന് വിളിക്കും. എക്സ്പാൻഷണറി പോളിസി എന്ന് വിളിക്കും. അപ്പോ എക്സ്പാൻഷണറി പോളിസി എന്താ ചെയ്യുന്നത്? രാജ്യത്തിന്റെ GDP ഗ്രോത്ത് കൂട്ടണം. എങ്ങനെയാ കൂട്ടുക? മണി സപ്ലൈയെ കൂട്ടണം. സിമ്പിളാണ്. അപ്പൊ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ GDP ഗ്രോത്ത് കൂടും. അങ്ങനെ മണി സപ്ലൈ കൂട്ടുന്ന പോളിസിയാണ് എന്ത് വിളിക്കുക? എക്സ്പാൻഷണറി പോളിസി എന്ന് വിളിക്കുക. അപ്പൊ എന്തായിരിക്കും കോൺട്രാക്ഷണറി? സിമ്പിളാണ്. കോൺട്രാക്ഷണറി എന്ന് പറയുമ്പോൾ മണി സപ്ലൈ കുറയ്ക്കണം. മണി സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ GDP ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം. ശരിയാണ്. അപ്പൊ മണി സപ്ലൈ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് എന്താ ചെയ്യണ്ടേ? ഉറപ്പായിട്ടും ടാക്സ് കൂട്ടണം. ശരി. അങ്ങനെയെങ്കിൽ പബ്ലിക് സ്പെൻഡിങ് കുറയ്ക്കണം. ഇപ്പൊ ടാക്സ് റേറ്റ് കൂട്ടിക്കൊണ്ട് പബ്ലിക് സ്പെൻഡിങ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ കോൺട്രാക്ഷണറി പോളിസി എന്ന് വിളിക്കാം. ഇവിടുത്തെ കേസിൽ ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ ഗവൺമെന്റിന് ഒരുപാട് പൈസ കിട്ടും, പക്ഷേ അവിടെ നാഷണൽ ഇൻകം കുറയാണ് ചെയ്യുക, മാർക്കറ്റിലെ മണി സപ്ലൈ കുറയുന്ന കാരണം. ക്ലിയർ ആണ്. സെറ്റാണ്. ശരി. അങ്ങനെയെങ്കിൽ ഫിസിക്കൽ പോളിസി 2 ടൈപ്പാണ്, ഓർത്തിരിക്കുക. എക്സ്പാൻഷണറി പോളിസിയും കോൺട്രാക്ഷണറി പോളിസിയും. ഇനി ഇതിന്റെ ആൻസറിലേക്ക് വരാമല്ലോ. വാട്ട് ഡസ് ദ ഗവൺമെന്റ് ഡു ഇൻ എ കോൺട്രാക്ഷണറി പോളിസി? സൂപ്പർ. ടാക്സ് റേറ്റ് എന്താ ചെയ്യുക? ഉറപ്പായിട്ടും കോൺട്രാക്ഷണറി പോളിസി ആണെങ്കിൽ ഗവൺമെന്റ് ടാക്സ് റേറ്റ് കൂട്ടും. പബ്ലിക് സ്പെൻഡിങ് കുറയ്ക്കും. ശരിയാണ്. അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കി, ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ലോവർ ടാക്സ്, അതെന്തായിരിക്കും? അത് എക്സ്പാൻഷണറി പോളിസി ആയിപ്പോയി. ശരിയാണ്. ഓക്കെ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ നേരെ സിലബസിലോട്ട് പോവുകയാണെങ്കിൽ ദേ നോക്കിയേ, നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്തുനിന്ന് നാഷണൽ ഇൻകം എന്ന ഭാഗത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ശരിയാണ്. അപ്പൊ നാഷണൽ ഇൻകം കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മോട് ചോദിച്ചത് ഫാക്ടർ കോസ്റ്റ് എന്തിന് ഈക്വൽ ആണ് എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ അറിയണമല്ലോ. ശരിയാണ്. അപ്പൊ എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ ആലോചിക്കേണ്ട പോയിന്റ്, ഇവിടെ ഏതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലും നമ്മൾ പറയും മിനിമം നമുക്ക് 4 ഫാക്ടേഴ്സ് വേണം.
4 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ ആ 4 ഫാക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ അത് ആരൊക്കെയും ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ പറയും ലാൻഡ്, 2 ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ലേബർ, 3 ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ക്യാപിറ്റലാണ് അല്ലെങ്കിൽ മൂലധനമാണ് ക്യാപിറ്റൽ, 4-മത്തെ ആള് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ ഏതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലും മിനിമം നമുക്ക് ഈ 4 ആൾക്കാർ വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ അല്ലെങ്കിൽ സംഘാടകൻ നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഉൽപാദന ഘടകങ്ങൾക്ക് ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പ്രതിഫലം കിട്ടും. ഓക്കെ, ഈ പ്രൊഡക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ഈ ഉൽപ്പന്നം മാർക്കറ്റിൽ വിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള വിഹിതം ആർക്ക് കൊടുക്കണം? ആരൊക്കെയാണോ ഇതിനകത്ത് ഉണ്ടായിരുന്നത് അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഉൽപാദന ഘടകം എന്ന രീതിയിൽ ലാൻഡിനുള്ള പ്രതിഫലം റെന്റാണ്. ലേബറിന് എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ലേബറിന് വേജാണ്. അപ്പൊ ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ പലിശയാണ്. അപ്പോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്താ ഉള്ളത്? ഓൺട്രപ്രണറിനാണ് എന്ത് കിട്ടുക? ആ പ്രോഫിറ്റ്. ആരാണോ നടത്തുന്നത് ആ ഒരു പിന്നീട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആരാണോ ഓർഗനൈസർ, ആരാണോ ഓൺട്രപ്രണർ, ആളിനുള്ളതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്നാണ് ചോദ്യം. എന്താണ് ഫാക്ടർ കോസ്റ്റ്? ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഇങ്ങനൊരു സാധനത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺട്രപ്രണറിന്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ശരിക്കും ഈ ബിസിനസ്സിന്, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, ഈ ബിസിനസ്സിന് ടോട്ടൽ എത്രയാണ് കോസ്റ്റ് വന്നത്? ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ബിസിനസ്സിന് എത്രയാണ് കോസ്റ്റ് വന്നത്? ഇതേ നമ്മൾ നോക്കിയപ്പോൾ ലാൻഡിന് റെന്റ് കൊടുക്കണം. ശരിയാണ്, ലാൻഡിന് റെന്റ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നെങ്കിലും അവിടെ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു പീസ് ഓഫ് ലാൻഡ് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുക. ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ ലാൻഡിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അങ്ങനെയെങ്കിൽ റോ മെറ്റീരിയലിന്റെ കോസ്റ്റും എല്ലാം നമ്മൾ എന്തിനാ വരിക? ഈ പറയുന്ന ലാൻഡിൽ ഉൾപ്പെടുത്താം. അങ്ങനെയെങ്കിൽ ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. തൊഴിലാളിക്ക് കൂലി കൊടുക്കണം. ക്യാപിറ്റലിന് എന്താ കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. നമ്മൾ ഈ പറയുന്ന ഒരു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു വിചാരിച്ചോളൂ. ഓക്കെ, കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം? ലാൻഡ് വേണം. അവിടെ നിന്ന് എടുക്കുന്ന ബാക്കിയുള്ള റോ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ വേണം. പിന്നീട് ലേബർ വേണം, തൊഴിലാളികൾ വേണം. ശരിയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്. കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസ്, സാധനങ്ങൾ, കാര്യങ്ങളൊക്കെ മേടിക്കണം ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് നടത്താൻ ഒരാൾ വേണം, ഓർഗനൈസർ വേണം. ഇനി ഞാൻ ഒരു കാർ മാനുഫാക്ചറിങ്ങിന്റെ കാര്യം പറയാണ്. നമ്മൾ ഒരു കാർ മാനുഫാക്ചർ ചെയ്യാൻ ലാൻഡിന് എത്ര റെന്റ് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാണ് ലാൻഡിന് ഒരു 2 ലക്ഷം രൂപ കൊടുത്തു വിചാരിച്ചോളൂ. ഇനി അതുപോലെ തൊഴിലാളിക്ക് ഒരു കാറിന്റെ പുറത്ത് 2 ലക്ഷം രൂപ കൊടുത്തു വിചാരിച്ചു. ഇനി ക്യാപിറ്റലിന് കൊടുത്ത ഇൻട്രസ്റ്റ് 2 ലക്ഷമാണ്. ഓർഗനൈസേഷന് എത്ര കൊടുത്തു? 2 ലക്ഷം കൊടുത്തു വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര കോസ്റ്റ് വന്നേ? 2 lakh പ്ലസ് 2 lakh പ്ലസ് 2 lakh പ്ലസ് 2 lakh എത്ര കിട്ടി? 8 ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് വന്നത്? കോസ്റ്റ് വന്നത്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാവർക്കും കൂടെ എത്ര കോസ്റ്റ് വന്നോ ആ കോസ്റ്റിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുക. സെറ്റ്. ഇനി ഡൗട്ട് വരാം, ഓർഗനൈസേഷൻ എങ്ങനെയാ, പ്രോഫിറ്റ് എങ്ങനെയാ ഒരു കോസ്റ്റ് ആവുക എന്ന് ഡൗട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബിസിനസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഓക്കെ, ആ ബിസിനസ് സംഘാടകൻ എന്ത് കൊടുത്തേ പറ്റുള്ളൂ? ലാഭം കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമിക്സിൽ നമ്മൾ അതിനെയും എന്തായിട്ടാ കാണുക? ഒരു കോസ്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ശരി, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കേസിൽ ഫാക്ടർ കോസ്റ്റ് 8 ലക്ഷം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ 8 ലക്ഷം രൂപ ഫാക്ടർ കോസ്റ്റ് ആയി. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വന്നതിന് ടോട്ടൽ കോസ്റ്റ് 8 ലക്ഷമായി. ചോദ്യം ഇതാണ്, നമുക്ക് മാർക്കറ്റിൽ ഈ 8 ലക്ഷം രൂപയ്ക്ക് ഈ കാർ അവൈലബിൾ ആവൂ? നമ്മൾ കാർ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ 8 ലക്ഷം രൂപയ്ക്ക് നമുക്കത് കിട്ടുമോ? തീർച്ചയായിട്ടും ഇല്ല. ശരിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ പറയും, അവിടുത്തെ കേസിൽ തീർച്ചയായിട്ടും നമുക്ക് ഓൺ റോഡിലേക്ക് വരുമ്പോൾ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ വില കൂടും എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് ഒക്കെ ഇൻക്ലൂഡഡ് അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ടോട്ടൽ കൊടുക്കേണ്ടി വന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരു 2 ലക്ഷമാണെന്ന് വിചാരിച്ചോളൂ. എന്റെ ചോദ്യം, ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് എത്ര?
എല്ലാവർക്കും മനസ്സിൽ 10 ലക്ഷം എന്ന ഉത്തരം വന്ന് കാണും. ശരിയാണ്. എങ്ങനെ 10 ലക്ഷം കിട്ടി? ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഈ ടാക്സ് കൂട്ടി. ഈ ടാക്സിനെ ഞാൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് വില. സെറ്റ്. അപ്പൊ അവിടെയും ഒരു ഡൗട്ട് വരാം, എന്താണ് ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്? ശരിയാണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു കാറിന്റെ ഫാക്ടർ കോസ്റ്റ് 8 ലക്ഷം. ശരി, നമ്മൾ മേടിക്കാൻ പോയത് ഇലക്ട്രിക് കാറാണെന്ന് വിചാരിച്ചോളൂ. ഇലക്ട്രിക് കാറിന് നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ഒരു 3 ലക്ഷമാണെന്ന് വിചാരിച്ചോളൂ. അപ്പോഴാണ് ഗവൺമെന്റ് പറയുന്നത്, ഗവൺമെന്റ് ഈ കാർ മേടിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ഗവൺമെന്റ് സബ്സിഡി തരാം എന്ന് പറയാണ്. എങ്കിൽ എന്റെ ചോദ്യം, ഇത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എത്ര രൂപ കൊടുക്കണം? നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കാണും. 10 ലക്ഷം രൂപ. എങ്ങനെ കിട്ടി? 8 ലക്ഷം ഫാക്ടർ കോസ്റ്റ്. ശരി, ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കേണ്ടത് 3 ലക്ഷമായിരുന്നു. ഓക്കെ, സബ്സിഡി നമ്മൾ എന്ത് ചെയ്തു? 1 ലക്ഷം കുറച്ചു. എല്ലാവരുടെയും മനസ്സിൽ 1 ലക്ഷം സബ്സിഡി കുറയ്ക്കണം എന്ന് തന്നെയാണല്ലോ വന്നത്. കാര്യം സബ്സിഡി ആര് കൊടുത്തോളും? ഗവൺമെന്റ് കൊടുത്തോളും. അങ്ങനെയെങ്കിൽ ഈ 3 ലക്ഷം മൈനസ് 1 ലാക്ക് ശരിക്കും നമ്മൾ 2 ലക്ഷം അല്ലേ ടാക്സ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നുള്ളൂ? 1 ലക്ഷം ഗവൺമെന്റ് സബ്സിഡി തന്നില്ലേ? അങ്ങനെയെങ്കിൽ അതുകൊണ്ട് ഈ 3 ലക്ഷം മൈനസ് 1 ലക്ഷത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിച്ചത്. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ഇക്വേഷനൂടെ കിട്ടും. 3 ലക്ഷം നമ്മൾ ശരിക്കും കൊടുക്കേണ്ട ഇൻഡയറക്റ്റ് ടാക്സ് ആയിരുന്നു അല്ലെ? 1 ലക്ഷം എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്ത് തന്നു? സബ്സിഡി തന്നു. അങ്ങനെയെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ നിന്ന് മാർക്കറ്റ് വില എന്താണെന്ന് ചോദിച്ചപ്പോ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എന്ത് കൂട്ടി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടി. ശരി, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കേസിൽ ഫാക്ടർ കോസ്റ്റ് എത്ര? മാർക്കറ്റ് വിലയാണ് തന്നിരിക്കുന്നത്. ഞാൻ പറയാണ് മാർക്കറ്റ് വില എന്ന് പറയുന്നത് 10 ലക്ഷം. ഓക്കെ, നമ്മൾ കൊടുത്ത ടാക്സ് എന്ന് പറയുന്നത് ഒരു 2 ലക്ഷമാണെന്ന് വിചാരിച്ചോളൂ. ശരിക്കും ഫാക്ടർ കോസ്റ്റ് എത്രയായിരുന്നു? 8 ലക്ഷമേ ഫാക്ടർ കോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് ഇങ്ങനെ എഴുതാം, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. സെറ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം. സെറ്റ്, ക്ലിയർ. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു, Which 5-year plan did the government introduce insurance regulatory authority in India? ഇന്ത്യയിൽ എന്നാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വന്നത്? ഏത് 5-year പ്ലാനിലാണ് എന്നാണ് ചോദ്യം. വീണ്ടും നമ്മുടെ സിലബസിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ സിലബസിലുള്ള ഭാഗം എക്കോണമിക് പ്ലാനിങ്, ഇന്ത്യൻ എക്കോണമിക് പ്ലാനിങ്, അതുപോലെ തന്നെ 5-year പ്ലാൻസ് ആൻഡ് നിതി ആയോഗ്. ശരിയാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നേക്കുന്ന ഒരു പാറ്റേൺ നോക്കി, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കോണമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയാണ്. 5-year പ്ലാൻസ് ആൻഡ് നിതി ആയോഗ് എന്ന ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി എന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ബഡ്ജറ്റിന്റെ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ശരിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. നമ്മോട് ചോദിച്ചിരിക്കുന്നത് IRDAI വന്നത് എന്നാണ് ചോദ്യം. എന്താണ് IRDAI? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ വാക്കിൽ തന്നെയുണ്ട് ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ നിലവിൽ വന്ന സ്ഥാപനമാണ് IRDAI. അതിനെ തുടർന്ന് 2000-ലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ IRDAI നിലവിൽ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഓർത്തിരിക്കേണ്ട 1-2 പോയിന്റുകൾ. IRDAIയുടെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കാം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ് അത് ചെയ്യുന്നത്? രാജ്യത്തുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന IRDAI ആണ്. ഇപ്പൊ ബാങ്കുകളെ നിയന്ത്രിക്കുന്നതോ RBI ആണ്. അതുപോലെ സെക്യൂരിറ്റി എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന ആരാ? ആ എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന, ഷെയർ മാർക്കറ്റുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ആ സെബി ആണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയെങ്കിൽ സെയിം അതുപോലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന IRDAI ആണ്. നിലവിൽ വരുന്നത് ഏപ്രിൽ 2000-ലാണ്. അത് മൽഹോത്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? മൽഹോത്ര കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആര് വരുന്നത്? IRDAI വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് സ്ഥാപനം ഏതാ എന്ന് ചോദിക്കുകയാണെങ്കിൽ 1818 കൊൽക്കത്തയിൽ വന്ന ഓറിയന്റൽ ഇൻഷുറൻസ് ആണ് ഏത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻഷുറൻസ്.
അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു? ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓറിയന്റൽ ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ്. 1818 കൊൽക്കത്തയിലാണ് ഓറിയന്റൽ ഇൻഷുറൻസ് സ്ഥാപിക്കപ്പെടുന്നത്. സെറ്റ്. പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന IRDA ആണ്. അപ്പോൾ ഇത് നിലവിൽ വന്നത് 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് 5 ഇയർ പ്ലാൻ ആയിരിക്കും? ഏത് 5 ഇയർ പ്ലാൻ ആയിരിക്കും? നമുക്കറിയാം 90-92 കാലഘട്ടം നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഈ പറയുന്ന 5 ഇയർ പ്ലാൻസ് ഇല്ലായിരുന്നു. ഹോളിഡേ, റോളിംഗ് പ്ലാൻ, ആനുവൽ പ്ലാൻ ആയിരുന്നു. എന്ത് 90-92 പ്ലാൻ ഹോളിഡേ എന്നായിരുന്നു. ഹോളിഡേ 1966-69 അല്ലെ. റോളിംഗ് പ്ലാൻ 1978-80. ആനുവൽ പ്ലാൻ 1990-92. ഈ ആനുവൽ പ്ലാൻ കഴിഞ്ഞതിന് ശേഷം 91 ആ ഒരു ക്രൈസിസ് ഒക്കെ കഴിയുന്നു. ശരിയാണ്. എന്ത് ക്രൈസിസ്? LPG റിഫോംസ് ഒക്കെ വരുന്നു. അതിനെ തുടർന്ന് 92-ന് ശേഷം 1992-97 അടുത്ത പ്ലാൻ വരുന്നത്. എത്രാമത്തെ പ്ലാനാ? അപ്പോ എത്രാമത്തെ പ്ലാനാ? തീർച്ചയായിട്ടും അത് 8ാമത്തെ പ്ലാനാണ്. 92-97. അപ്പോൾ 97-2002 എന്ന് പറയുമ്പോൾ ഏതാ? 97-2002 9ാമത്തെ 5 ഇയർ പ്ലാൻ ആണ്. ശരിയാണ്. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഈ പറയുന്ന 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് വരുന്നത്? IRDA വരുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഏത്? 9th 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ. ഇപ്പോൾ 5 ഇയർ പ്ലാൻസ് നിതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ നമുക്ക് എക്കണോമിക്സിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ മിനിസ്ട്രി ലോഞ്ച്ഡ് ഇ-ശ്രം പോർട്ടൽ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇ-ശ്രം പോർട്ടൽ ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണ്? അപ്പോൾ ഇ-ശ്രം പോർട്ടൽ എന്ന് പറയുന്നത് രാജ്യത്തെ അൺഓർഗനൈസ്ഡ് വർക്ക് ഫോഴ്സിന്റെ ഡേറ്റ എത്രത്തോളമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു പോർട്ടലാണ് ഏത്? ഇ-ശ്രം പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിനകത്ത് നമുക്ക് എക്കോണമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്കോണമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊരു ഭാഗം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്കോണമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് അവിടുത്തെ ഒരു ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ എക്കോണമിക് സെക്ടേഴ്സിനെ 3ആയിട്ട് തിരിക്കാം അല്ലെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, അതുപോലെ ടെറിഷറി സെക്ടർ. ഇനി അതുപോലെ ആ ഒരു എക്കോണമിക് സെക്ടേഴ്സിനെ അവിടുത്തെ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും 2ആയിട്ട് തിരിക്കാം. സെയിം അതുപോലെ അവിടുത്തെ ഒരു വർക്ക് ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടുത്തെ ഒരു എക്കോണമിക് സെക്ടേഴ്സിനെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും നമുക്കതുപോലെ ഓർഗനൈസ്ഡ് സെക്ടർ എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ സിലബസിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 2021 ഈ ഒരു ഇ-ശ്രം പോർട്ടൽ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇ-ശ്രം പോർട്ടൽ ലോഞ്ച് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇ-ശ്രം പോർട്ടൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ടൽ കൊണ്ടുവരേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്യത്തെ മെജോറിറ്റി വർക്ക് ഫോഴ്സും ഉള്ളത് ഒരു അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലാണ്. ഇനി ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് രാജ്യത്ത് തീരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡേറ്റാബേസ് വേണം. എത്രത്തോളം ആൾക്കാർ എന്ത് ചെയ്യുന്നു? അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഡേറ്റാബേസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കീഴിൽ 2021 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇ-ശ്രം പോർട്ടൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. 2021 ലോഞ്ച് ചെയ്തത്. അതിനെ തുടർന്ന് ഒരുപാട് ന്യൂസുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീടുണ്ടായ വർഷങ്ങളിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഓർത്തിരിക്കാം, ഇവിടെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ. ഓർഗനൈസ്ഡ് സെക്ടർ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള എന്ത് ഉണ്ടാവും? കൃത്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിനിമം സാലറി എത്രയാണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. PF കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ശരിയാണ്. പക്ഷെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ മേഖലയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, സ്കീമുകൾ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഡേറ്റാബേസ് അറിഞ്ഞിരിക്കണം. ശരിയാണ്. അങ്ങനെയെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇ-ശ്രം പോർട്ടൽ കൊണ്ടുവരുന്നത്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. അപ്പോൾ ഇ-ശ്രം പോർട്ടൽ ലേബറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാലും ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ശരിയാണ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രിലിമിനറിയുടെ ഇതുപോലെ ഡിഗ്രി ലെവലിന്റെ എക്സാം എടുത്തിട്ട് ഓരോ സ്റ്റേജസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു.
അപ്പോൾ നമുക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടതും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ആ ഒരു കൃത്യമായ ടൈം ഫ്രെയിമിൽ ആക്യുറേറ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണം. PSCയുടെ ആ ഒരു പ്രീവിയസ് പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത സീരീസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സീരീസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.